കോൺഗ്രസ് വിട്ട പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേരും. ഇന്ന് തന്നെ ബി.ജെ.പി അംഗത്വം എടുക്കുമെന്ന് പത്മജ റിപ്പോർട്ടറിനോട് സ്ഥിരീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മജയെ കോൺഗ്രസ് മനഃപൂർവ്വം തോൽപ്പിച്ചുവെന്നായിരുന്നു ഭർത്താവ് വേണുഗോപാലിന്റെ പ്രതികരണം. അല്പസമയത്തിനകം പത്മജ ദില്ലിയിലെ ബി.ജെ.പി ആസ്ഥാനത്തെത്തും. കെ കരുണാകരന്റെ മകളും കോൺഗ്രസ് നേതാവുമായ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് എന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമായി. കോൺഗ്രസ് വിടണം എന്നത് നേരത്തെ എടുത്ത തീരുമാനമാണ്. ബി.ജെ.പിയിൽ ചേരാൻ ഇന്നലെ രാത്രിയാണ് തീരുമാനമെടുത്തത് എന്ന് പത്മജ പ്രതികരിച്ചു. ഞാൻ ഇന്നലെ രാത്രി സത്യം പറഞ്ഞ അങ്ങനെ തീരുമാനത്തിലേക്ക് എത്തിയുള്ളൂ. പെട്ടെന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞൂടെ. ഈ പാർട്ടി കോൺഗ്രസ് പാർട്ടി വിടണം എന്നുള്ളത് എന്റെ തീരുമാനമായിരുന്നു കേട്ടോ. കുറച്ചു കാലമായിട്ട് എന്റെ അച്ഛൻ ഏറ്റവും എതിർത്തിരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിനെ. അന്നൊന്നും ഇവര് ഉണ്ടായില്ലല്ലോ. ആ സമയത്തൊന്നും അച്ഛൻ LDF ആയിട്ട് കൈ കൊടുത്തില്ലേ. മനോവേദനയോടെയാണ് ബി.ജെ.പിയിൽ പോകാൻ പത്മജ തീരുമാനം എടുത്തത് എന്ന് ഭർത്താവ് വേണുഗോപാൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചവരെ കുറിച്ച് അന്വേഷിക്കണമെന്ന പരാതി നേതൃത്വം വലിച്ചുകീറി കളഞ്ഞു എന്നും വേണുഗോപാൽ വിമർശിച്ചു. നമ്മളെല്ലാം വളരെ മനോവേദനയോട് കൂടിയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും കോൺഗ്രസിന്റെ പ്രധാന പ്രശ്നം ഒരു പരാതി പറയാൻ ഒരു സ്ഥലമില്ല, ഒരിടമില്ല. നമ്മുടെ കയ്യിലന്ന് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് നമുക്ക് കിട്ടിയിരുന്നില്ല. നമ്മുടെ കയ്യിൽ നിന്നുള്ള പൈസ എടുത്ത ഇലക്ഷനിൽ നിന്ന് ജയിക്കുന്ന എല്ലാ ഇന്റലിജൻസ് റിപ്പോർട്ടും ഈവൻ LDF വരെ പലപ്പോഴും ജയിക്കുന്നുള്ള റിപ്പോർട്ടാണ് വന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് മനഃപൂർവ്വം നമുക്കറിയാൻ ചെയ്ത ആൾക്കാരൊക്കെയെന്ന് അവരെ പറ്റി ഒന്ന് അന്വേഷണം ഒരു പാർട്ടിക്ക് എഴുതി കൊടുത്തിട്ട് അതുപോലും വലിച്ചുകറി കളയുക ചെയ്തത്. ബി.ജെ.പി ദേശീയ ആസ്ഥാനത്തെത്തി പത്മജ പാർട്ടി അംഗത്വമെടുക്കും. മുതിർന്ന നേതാക്കൾ അംഗത്വം നൽകി സ്വീകരിക്കും. ഒഴിഞ്ഞിടക്കുന്ന പഞ്ചാബ്, പുതുച്ചേരി ഗവർണർ പദവി അടക്കം ബി.ജെ.പി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാൽ മത്സരിക്കാൻ സാധ്യതയില്ല. എന്നാൽ തൃശൂർ അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ പത്മജയുടെ നിലപാടുകൾ കോൺഗ്രസിന് തിരിച്ചടിയാകുമോ എന്നാണ് പ്രധാന ചോദ്യം. റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.